എന്നാൽ ഇപ്പോഴത്തെ ഈ തലമുറയിലെ പ്രസാധകർ ശ്രീനാരായണ ഗുരുദേവന്റെ അച്ഛനും അമ്മയും മാതാവും പിതാവുമാണ് എന്ന് പറഞ്ഞ് മഹാത്മാ അയ്യങ്കാളിയുടെ മാതാവിന്റെയും പിതാവിന്റെയും ഒരു ചിത്രം ചേർത്ത് ഈ പുസ്തകത്തെ വക്രീകരിച്ചിരിക്കുകയാണ്, ചരിത്രത്തെ വികലമാക്കിയിരിക്കുകയാണ്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ സ്ഥാപകർ മലയാള ഭാഷയുടെ എഴുത്തുകാർക്ക് മറ്റ് യാതൊരു തരത്തിലുള്ള ചൂഷണങ്ങളുമില്ലാതെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുവാനും വായനക്കാരുടെ കൈകളിൽ അത് എത്തിക്കുവാനുമാണ് ശ്രമിച്ചതെങ്കിൽ അവിടുത്തെ ജോലിയും അവിടുത്തെ പ്രവർത്തനവും കേവലം ഒരു ശമ്പള സമ്പാദനത്തിനുള്ള അവസരമായി കണക്കാക്കുന്ന ഒരു പുതിയ സമൂഹം ഇന്ന് NBS-ലും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിലുമൊക്കെ കൂടുതലുണ്ട് എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. നമസ്കാരം, മലയാളം TV ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കറയറ്റ ശ്രീനാരായണീയൻ. അദ്ദേഹം ഒരു അഭിഭാഷകനാണെന്നിരിക്കെ ആ രംഗത്തെ സ്ഥിരോത്സാഹി, മനുഷ്യ സ്നേഹി. എന്നാലോ അനീതി കണ്ടാൽ മുഖം നോക്കാതെ, മറയില്ലാതെ, മടിയില്ലാതെ, പരിധികളില്ലാതെ വിമർശിക്കുന്ന പോരാളി. ഈ ഘടകങ്ങളെല്ലാം സമന്വയിക്കുന്നത് അഡ്വക്കേറ്റ് KY സുധീന്ദ്രൻ സാറിലാണ്. അദ്ദേഹത്തിന്റെ 38 വർഷത്തെ സർവീസ് കൊണ്ട് നേടിയെടുത്ത നേട്ടങ്ങൾ എണ്ണമറ്റതാണ്. നമുക്ക് ആ വിശേഷങ്ങളെല്ലാം കാണാം, കേൾക്കാം. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക്. ഹരിപ്പാട് കരുവാറ്റ സ്വദേശിയായ അഡ്വക്കേറ്റ് KY സുധീന്ദ്രൻ 1987 ആലപ്പുഴ കോടതിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ആരംഭിച്ചത്. പിന്നീട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ബാംഗ്ലൂർ കോടതിയിലും ഓഫീസുള്ള ഒരു ടീമായി പ്രവർത്തനം നടത്തി. 3 തവണ ആലപ്പുഴ ബാർ അസോസിയേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ പബ്ലിക് ലോ ലൈബ്രറി സ്ഥാപിച്ച് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു. 2007 മുതൽ 2017 വരെ വിദേശത്തായിരുന്നു അദ്ദേഹം. കോർപ്പറേറ്റ് ലോയർ ആയാണ് പ്രവർത്തിച്ചിരുന്നത്. സൗദിയിലെ ഒരു പെട്രോ കെമിക്കൽ കമ്പനിയിൽ നിയമവിഭാഗത്തിന്റെ തലവനായി, ലക്ഷ്മി മിത്തലിന്റെ കമ്പനിയിൽ സൗദി അറേബ്യയിൽ ലീഗൽ ഹെഡായും കമ്പനി സെക്രട്ടറിയായും പ്രവർത്തിച്ചു. കൂടാതെ ഒരു യൂറോപ്യൻ കമ്പനിയുടെ മിഡിൽ ഈസ്റ്റ് ലീഗൽ ഹെഡായും കംപ്ലയിന്റ് ഓഫീസറായും പ്രവർത്തിച്ച അദ്ദേഹം ഇപ്പോൾ 2017 തൃക്കാക്കരയിൽ കോർപ്പറേഷൻ ലീഗൽ സർവീസിന് വേണ്ടി വ്യവസായ സമൂഹത്തിന് നിയമസഹായം കൊടുക്കുവാൻ എക്സ്ക്ലൂസീവായ ഒരു ഓഫീസ് സ്ഥാപിച്ച് പ്രവർത്തിച്ചു വരികയാണ്. സാമൂഹ്യ പ്രവർത്തനങ്ങളെ അപഗ്രഥിച്ചാൽ SNDP യോഗത്തിന്റെ ഡയറക്ടറായും SNDP യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന സെക്രട്ടറിയായും ഗുരുധർമ്മ പ്രചാരണ സഭയുടെ കേന്ദ്ര കമ്മിറ്റി സംസ്ഥാന അംഗമായും ആലപ്പുഴ ജില്ലാ പ്രസിഡന്റായും 10 വർഷം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ വ്യവസായ വകുപ്പിന്റെ റിസോഴ്സ് പേഴ്സണായും പ്രവർത്തിക്കുന്നു. ഇന്ന് അദ്ദേഹം വളരെ ഗൗരവതരമായ വിഷയത്തെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. 2023 NBS പുറത്തിറക്കിയ ശ്രീനാരായണ ഗുരുസ്വാമി എന്ന പുസ്തകത്തിലെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ തെറ്റുകൾ NBS തിരുത്താനുള്ള ആർജവം കാണിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. നമസ്കാരം. വളരെ ആഴത്തിൽ ഹൃദയത്തിന് മുറിവേൽപ്പിക്കുന്ന ഒരു വിഷയത്തെപ്പറ്റി പ്രതികരിക്കുവാൻ മലയാളം ലൈവ് എന്നെ സമീപിച്ചതിൽ സന്തോഷമുണ്ട്. ഞാന് ഈശ്വര സങ്കല്പത്തെ അറിയുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളിലൂടെയാണ്. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ എന്ന് ലോകത്തിന്റെ സൃഷ്ടാവായ ശക്തിയെപ്പറ്റി ഈ പ്രപഞ്ചത്തോട് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. ആ ഒരു ദർശനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തിൽ ഇന്നുവരെ സഞ്ചരിച്ച ഒരു വ്യക്തിയാണ്. ഗുരുദേവ ദർശനത്തെ എത്രമാത്രം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാമെന്നത് ഗുരു നിർദ്ദേശിച്ച പ്രകാരമുള്ള 10 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വിവാഹം കഴിച്ച് എന്റെ ജീവിതം തന്നെ അങ്ങനെ തുടങ്ങിയ ആളാണ്. 80കളുടെ ആദ്യ കാലഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്ര പുസ്തകങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ 3-4 പുസ്തകങ്ങൾ എടുത്താൽ അതിൽ അതിപ്രധാനമായ പുസ്തകം സാരുഭാഷ രചിച്ച് 70കളുടെ അവസാനത്തിൽ പ്രസിദ്ധീകരിച്ച ശ്രീനാരായണ ഗുരു എന്ന പുസ്തകം എനിക്ക് ലഭിക്കുന്നത്. മറ്റ് ജീവചരിത്ര രചനകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പ്രൊഫസർ MK സാനുവിന്റെ ഈ പുസ്തകം ശ്രീനാരായണ ഗുരു എന്ന ഗുരുവിനെ പഠിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് ഒരു അവസാന വാക്കായി, അതിന്റെ സർവതല സ്പർശിയായ ഒരു ഗവേഷണ ഗ്രന്ഥമായി ഞാൻ 80കളിൽ വായിച്ചതാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഒരു ജീവചരിത്ര രചന നടന്നിട്ടുള്ളത് ശ്രീനാരായണ ഗുരുവിനെ പറ്റിയിട്ടുള്ള ജീവചരിത്രങ്ങളാണ്. എണ്ണിയാൽ ഒടുങ്ങാത്ത ആളുകൾ ഗുരുവിന്റെ ജീവചരിത്രം രചിച്ചിട്ടുണ്ട്. അതിൽ പലരും അവരുടേതായ ഭാവനാവിലാസം അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്നാൽ നിഷ്പക്ഷവും പഠന വിധേയവുമായ, ഗവേഷണ വിധേയവുമായ
തരത്തിൽ ഒരു ജീവചരിത്രം രചിച്ച് നമുക്ക് സമ്മാനിച്ചത് പ്രിയങ്കരനായ സാനുമാഷാണ്. അത് സാഹിത്യപ്രവർത്തക സഹകരണ സംഘത്തിന്റെ പ്രസിദ്ധീകരണ വിഭാഗമായ നാഷണൽ ബുക്ക് സ്റ്റാൾ ആണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. എന്നാൽ ഈ അടുത്ത കുറച്ച് എഡിഷനുകൾ അവർ പ്രസിദ്ധീകരിച്ചപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ജീവചരിത്രകാരന്മാരും ജീവചരിത്രം എഴുതിയപ്പോൾ അവരുടെ സ്വന്തം ഭാവനാവിലാസങ്ങൾ കൊണ്ട് അതിൽ ചില രുചിക്കൂട്ടുകൾ ഉണ്ടാക്കിയതുപോലെ കാലം ഇങ്ങനെ കുത്തൊഴുകിപ്പോയപ്പോൾ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ സ്ഥാപകർ മലയാള ഭാഷയുടെ എഴുത്തുകാർക്ക് മറ്റ് യാതൊരു തരത്തിലുള്ള ചൂഷണങ്ങളുമില്ലാതെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുവാനും വായനക്കാരുടെ കൈകളിൽ അത് എത്തിക്കുവാനുമാണ് ശ്രമിച്ചതെങ്കിൽ അവിടുത്തെ ജോലിയും അവിടുത്തെ പ്രവർത്തനവും കേവലം ഒരു ശമ്പള സമ്പാദനത്തിനുള്ള അവസരമായി കണക്കാക്കുന്ന ഒരു പുതിയ സമൂഹം ഇന്ന് NBSലും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിലുമൊക്കെ കൂടുതലുണ്ട് എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഈ പുസ്തകത്തിന്റെ പുനഃപ്രസിദ്ധീകരണം നടത്തിയപ്പോൾ, പുതിയ എഡിഷൻ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ അവരുടേതായ ഭാവനാവിലാസത്തിനനുസരിച്ച് കുറെ ചിത്രങ്ങളുമൊക്കെ ചേർക്കുകയുണ്ടായി. ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് പണ്ടുള്ള പ്രസാധകരാണെങ്കിലും എഡിറ്ററാണെങ്കിലും ഗ്രന്ഥകാരനാണെങ്കിലും ഒക്കെ നിരവധി തവണ സസൂക്ഷ്മമായി അതിന്റെ എല്ലാ വശങ്ങളെയും പറ്റി ഒന്ന് പരിശോധിച്ച് കൃത്യത ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് പ്രസിദ്ധീകരിക്കുക. എന്നാൽ ഇപ്പോഴത്തെ ഈ തലമുറയിലെ പ്രസാധകർ ശ്രീനാരായണ ഗുരുദേവന്റെ അച്ഛനും അമ്മയും മാതാവും പിതാവുമാണ് എന്ന് പറഞ്ഞ് മഹാത്മാ അയ്യങ്കാളിയുടെ മാതാവിന്റെയും പിതാവിന്റെയും ഒരു ചിത്രം ചേർത്ത് ഈ പുസ്തകത്തെ വക്രീകരിച്ചിരിക്കുകയാണ്, ചരിത്രത്തെ വികലമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ടുള്ള ദോഷം എന്തെന്ന് വെച്ചാൽ ഈ പുസ്തകം, ഈ പുതിയ എഡിഷനുകൾ വായിക്കുന്ന ആളുകൾ ഒരുപക്ഷെ ഇതാണ് ശരി എന്ന് വിശ്വസിച്ച് അങ്ങനെ ഒരു ധാരണ അവരുടെ ബോധമണ്ഡലത്തിൽ ഉണ്ടാക്കും. മറ്റൊരു സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് മഹാത്മാ അയ്യങ്കാളിയുടെ മാതാപിതാക്കളുടെ ചിത്രം ഇതുതന്നെയാണ് എന്ന് അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏതാണ് ശരി, എവിടെയാണ് പിശക് എന്നറിയുവാനുള്ള മാർഗത്തിനായി അവർ ഒരുപക്ഷെ ഇന്ന് മാതാപിതാ ഗൂഗിൾ ദൈവം എന്ന കാലഘട്ടമായതുകൊണ്ട് അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്യും. അങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴും അവർക്ക് കിട്ടുക ഒരുപക്ഷെ ഈ വിവാദമായ ചിത്രമായിരിക്കും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ചരിത്രത്തെയും സംസ്കാരത്തെയും വക്രീകരിക്കുന്ന തലത്തിലേക്ക് നമ്മുടെ സാഹിത്യരംഗം, പ്രസാധക രംഗം മാറിയിരിക്കുന്നു എന്നുള്ളത്. ഈ അടുത്ത സമയത്ത് ശ്രീ KN ബാൽ IPSന്റെ ഒരു പുസ്തക പ്രകാശന ചടങ്ങ് എറണാകുളത്ത് അന്താരാഷ്ട്ര പുസ്തകോത്സവ ചടങ്ങിൽ വെച്ച് നടന്നപ്പോൾ വിഖ്യാതനായ ഒരു സാഹിത്യകാരൻ, പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ കയ്യിൽ റിവ്യൂവിനായി കൊണ്ടുകൊടുത്തിട്ടുള്ള പുസ്തകങ്ങളിൽ ബഹുഭൂരിപക്ഷവും വായിക്കുക പോലും ചെയ്യാതെ തൊട്ടടുത്ത അങ്ങാടി കടയിലേക്ക് തൂക്കി വിൽക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഒരു സെന്റൻസ് നോക്കുമ്പോൾ തന്നെ അറിയാം ഇത് ചവറ്റുകുട്ടയിൽ ഇടേണ്ട രീതിയിലേക്കാണ്. എല്ലാവരും പ്രസാധകരായി മാറിയിരിക്കുകയാണ്, എല്ലാവരും എഴുത്തുകാരായി മാറിയിരിക്കുകയാണ്. ഒരു ഗ്രന്ഥം എഴുതി ആ ഗ്രന്ഥം ഒരു സമൂഹത്തിലേക്ക് പ്രസിദ്ധീകരിച്ചു വിടുമ്പോൾ ഈ ഗ്രന്ഥം സമൂഹത്തിന് ഒരു മെസ്സേജ് കൊടുക്കണം, ഒരു സന്ദേശം കൊടുക്കണം. അത് പോസിറ്റീവായ ഒരു സന്ദേശം കൊടുക്കുന്നതായിരിക്കണം. അത്തരത്തിലൊന്നുമില്ല. തനിക്ക് തോന്നുന്നത് എന്തും എഴുതി താനേ രാജ എന്ന മട്ടിൽ പ്രസിദ്ധീകരിക്കുന്നത് കൊണ്ട് സംഭവിച്ചതാണ്. ഇത് ഏതെങ്കിലും ഒരു പുത്തൻ പ്രസിദ്ധീകരണശാലയിൽ നിന്ന് സംഭവിച്ചിരുന്നു എങ്കിൽ ഈ കാര്യത്തിൽ നമുക്ക് തൽക്കാലത്തേക്ക് ഒരു വട്ടം അവർക്ക് നമുക്ക് മാപ്പ് കൊടുക്കാമായിരുന്നു. പക്ഷേ സ്വാതന്ത്ര്യത്തിന് മുമ്പ് രൂപീകൃതമായ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘവും വലിയ മഹാരഥന്മാരാൽ രൂപീകൃതമായ ആ സംരംഭത്തിന്റെ പ്രസാധക വിഭാഗമായ NBSൽ നിന്നും ഇത് സംഭവിക്കുമ്പോൾ അക്ഷന്തവ്യമായ പിഴയാണ്, തെറ്റാണ്, പൊറുക്കാനാവാത്ത തെറ്റാണ് അവർ ചെയ്തിരിക്കുന്നത്. സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഈ പ്രവൃത്തിക്കെതിരെ കഴിഞ്ഞ കുറെ നാളുകളായി വിമർശനം ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഈ വിമർശനങ്ങളെയൊക്കെ പുല്ലുവില കൊടുക്കുകയാണ് ഇപ്പോഴും അവിടെ ഇരിക്കുന്ന പ്രസാധകരും എഡിറ്ററും ഒക്കെ ചെയ്യുന്നത്. ഒന്നുകിൽ അവർക്ക് നിലവിലുള്ള സ്റ്റോക്കുകളുടെ എണ്ണം അവരുടെ ബുക്ക് സ്റ്റാളുകളിൽ വിളിച്ചു ചോദിച്ചിട്ട് ഈ പ്രത്യേക ഭാഗത്ത് ഒരു സ്റ്റിക്കർ പതിപ്പിച്ച് ഈ ചിത്രവും അതിന്റെ അടിക്കുറിപ്പും മറച്ചുകൊണ്ട് ഇനിയുള്ള പുസ്തകം വിൽക്കാം എന്ന് അവർക്കൊരു നിർദ്ദേശം കൊടുക്കാം. വിദേശ രാജ്യങ്ങളിലൊക്കെ തെറ്റുകൾ സംഭവിച്ചാൽ അതിനെ കാമോഫ്ലാഷ് ചെയ്യുക എന്ന് പറയും. അതിനെ മറച്ചുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്ന ഒരു സമ്പ്രദായം ഉണ്ട്. ഇത് അറിയാഞ്ഞിട്ടാണോ അറിഞ്ഞിട്ടും അത് വേണ്ട എന്ന് ധരിക്കുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. മറ്റൊന്ന്, അവർക്ക് പരസ്യമായി ഒരു പത്രക്കുറിപ്പ് അവർക്ക് പ്രസിദ്ധീകരിക്കാം. ഇത്രാം എഡിഷൻ പ്രസിദ്ധീകരിച്ചപ്പോൾ ഇങ്ങനെ ഒരു പിശക് സംഭവിച്ചു പോയിട്ടുണ്ട്, അത് മനഃപൂർവമായ പിശകല്ല, ഒരു നോട്ടപ്പിശക് സംഭവിച്ചു പോയതാണ്, അതിൽ ആർക്കെങ്കിലും വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ പേരിൽ NBSന്റെ പേരിൽ ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നൊരു കുറിപ്പ് കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ അവർ ഈ പത്രധർമ്മത്തോട്, പുസ്തകധർമ്മത്തോട്, ഭാഷാധർമ്മത്തോട് നീതി പുലർത്തി എന്നെങ്കിലും നമുക്ക് പറയാമായിരുന്നു. അപ്പോൾ ചരിത്രത്തെയും
വസ്തുതകളെയും സംഭവങ്ങളെയും വ്യക്തികളെയും വക്രീകരിച്ച് അടുത്ത തലമുറയിലേക്ക് വിടുവാനുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണോ ഇത് എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. പണ്ടുകാലത്തൊക്കെ മാതൃഭൂമി പത്രത്തിൽ ഒരു അക്ഷരത്തെറ്റ് നമ്മൾ കാണാറില്ലായിരുന്നു. ഇപ്പോഴാ പത്രം ഓൺലൈൻ എഡിഷനിലൊക്കെ എടുത്തു നോക്കിയാൽ ഭാഷാപ്രയോഗത്തിലും അക്ഷരത്തെറ്റുകളുടെയും കൂമ്പാരം അതിൽ പോലും കാണാം. ഞാൻ മാതൃഭൂമി എന്ന് പറയാൻ കാരണം മലയാള പത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഷ ഉപയോഗിച്ചിരുന്നതും യാതൊരു പിശകുമില്ലാതെ, വ്യാകരണ പിശകുകൾ പോലും ഇല്ലാതെ ഭാഷ ഉപയോഗിച്ചിരുന്നത് മാതൃഭൂമി ആയതുകൊണ്ടാണ്. മറ്റു പത്രങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന്റെ ഒരു കുത്തൊഴുക്കാണ് ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ, ഓൺലൈൻ എഡിഷനിലൊക്കെ കാണുന്നത്. പലപ്പോഴും ഞാൻ അതിലെ കമന്റ് സെക്ഷനിൽ പോയിട്ട് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്, ഇന്നത് തിരുത്തണമെന്ന്. പക്ഷേ അവർ തിരുത്താൻ കൂട്ടാക്കിയിട്ടില്ല. കുറച്ചു കഴിഞ്ഞ് എന്റെ കമന്റ് തന്നെ ഡിലീറ്റ് ചെയ്യുന്ന സംഭവമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. ഇതിന് ആകാശവാണിയുടെ പ്രാദേശിക വാർത്താ വിഭാഗത്തിൽ വരുന്ന മലയാള വാർത്തയിൽ പോലും വ്യാകരണ ശുദ്ധി ഇല്ലാത്ത മലയാളമാണ്. FM റേഡിയോയുടെ ഇവിടുത്തെ സ്റ്റേഷൻ ഡയറക്ടറെ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ വിളിച്ചു, ഒരു വാർത്ത കേട്ടോണ്ട് വിളിച്ചു പറഞ്ഞു, സാറേ അതിലൊരു പ്രയോഗം തെറ്റാണല്ലോ എന്ന് പറയുമ്പോൾ, സാറേ ഇത് തിരുവനന്തപുരത്തോടാണ് അയക്കുന്നത്, എനിക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് അദ്ദേഹം സത്യസന്ധമായി പറഞ്ഞത്. അപ്പൊ ഒരു ഭാഷയെ എപ്രകാരം നശിപ്പിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാതൃഭാഷ സംസാരിക്കുന്നതിന് പിഴ കൊടുക്കേണ്ടുന്ന ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത്. ചില ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ കുട്ടികൾ മലയാളം സംസാരിച്ചാൽ അതിന് പിഴ കൊടുക്കണം. മറ്റൊരു രാജ്യത്തുമില്ല ഇങ്ങനെ ഒരു സമ്പ്രദായം. ഇപ്പൊ ചൈനീസ് ഭാഷയിലെ എല്ലാ വിദ്യാർത്ഥികളും അവിടുത്തെ സാങ്കേതിക വിദ്യയും എഞ്ചിനീയറിംഗും സകല ടെക്നോളജിയും പഠിക്കുന്നത് അവരുടെ മാതൃഭാഷയിലാണ്. അവിടുത്തെ ഏറ്റവും വലിയ കമ്പനിയുടെ തലവൻ ഒരു വിദേശ രാജ്യത്ത് പോയി ഒരു ഡിസ്കഷനിൽ പങ്കെടുത്താൽ, ഒരു ചർച്ചയിൽ പങ്കെടുത്താൽ അവർ ചൈനീസ് ഭാഷയിലായിരിക്കും സംസാരിക്കുക. അവിടെ ഒരു ദ്വിഭാഷി അഥവാ ഇന്റർപ്രറ്ററാണ് വിദേശ രാജ്യത്തെ കമ്പനിയുടെ പ്രതിനിധിയോട് കാര്യങ്ങൾ സംസാരിച്ചു കൊടുക്കുന്നത്. എന്തുകൊണ്ട് ചൈനയിലെ വീടുകളിൽ ഐഫോൺ അസംബിൾ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, നമ്മളിവിടെ ആനോട് കാഥോട് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്ന കാര്യങ്ങള് ചൈനീസ് ഭാഷയിൽ അവന്റെ സാങ്കേതിക പദങ്ങൾ അവിടുത്തെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയും അവർ ആ സാങ്കേതിക വിദ്യ എത്രയും വേഗം സ്വായത്തമാക്കാൻ സഹായമാവുകയും അവന് തൊഴിലധിഷ്ഠിതമായ ഒരു ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ പറ്റുകയും ചെയ്തു. ഇവിടെ മലയാളി, ശരാശരി മലയാളി മലയാളം മറന്നു. അവന് എഴുതി കേട്ട് പഠിച്ച പരിമിതമായ ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു സാങ്കേതിക വിദ്യ അധ്യാപകൻ ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കുന്നു. ഈ ഇംഗ്ലീഷിൽ കേൾക്കുന്ന ഇവന്റെ തലച്ചോറ് അവന്റെ മാതൃഭാഷയിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവന്റെ ബുദ്ധിമണ്ഡലത്തിൽ പതിപ്പിക്കുന്നു. എന്നിട്ട് പരീക്ഷയ്ക്കോ പ്രാക്ടിക്കലിലോ ഇവരിതിനെ റീപ്രൊഡ്യൂസ് ചെയ്ത് വരുമ്പോൾ ഇതിലെ പലതും ഇടയ്ക്ക് ഇടയിൽ വെച്ച് കൈമോശം വന്നു പോകുന്നു. അതിൽ നിന്ന് കിട്ടുന്ന അറിവിന്റെ ഒരു അംശമാണ് പിന്നീട് അവൻ പ്രയോഗതലത്തിൽ കൊണ്ടുവരിക. അതുകൊണ്ടൊക്കെയാണ് ഈ വിദ്യാഭ്യാസ ബോധ മാധ്യമം എന്ന് പറയുന്നത് മാതൃഭാഷയായാലുള്ള ഗുണം. ഭാഷ ഒരു 10-15 ഭാഷ പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ്. 100 ഭാഷ പഠിച്ചാൽ അത്രയും നല്ലതാണ്. പക്ഷേ അവന് വിദ്യാഭ്യാസം എപ്പോഴും മാതൃഭാഷയിൽ കൊടുത്താൽ അതിന് കിട്ടുന്ന ഒരു മെച്ചം, ഒരു ഗുണം, ആ വിദ്യാർത്ഥി അതിനെ ഉൾക്കൊള്ളുകയും അതിൽ നിന്ന് പുതിയതിലേക്ക് അവൻ വരുമ്പോൾ അവൻ തരുന്ന റിസൾട്ടിന്റെയും ഗുണം വളരെ വലുതായിരിക്കും. ഞാനത് വിഷയത്തിൽ നിന്ന് മാറുകയില്ല. അപ്പൊ മേലിൽ ഇതുപോലെയുള്ള പ്രസിദ്ധീകരണശാലകൾ നടത്തുമ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത് ഏത് സംഭവത്തെ പറ്റിയാണ്, ഏത് വ്യക്തിയെ പറ്റിയാണ് ഈ പുസ്തകം പ്രതിപാദിക്കുന്നത്, ആ വ്യക്തി ഈ ചരിത്രത്തിലുണ്ടാക്കിയ വിപ്ലവങ്ങൾ എന്തൊക്കെയാണ്, ഇന്ന് കാണുന്ന സമൂഹത്തെ ഈ കാണുന്ന രീതിയിൽ സൃഷ്ടിച്ചെടുക്കുവാൻ അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലം എപ്രകാരം ഉപകാരപ്പെട്ടു, അതേപ്പറ്റി ഈ പുസ്തകം എഴുതിയിരിക്കുന്ന ആളാരാണ്. വഴിയെ പോയ ഒരാളല്ലല്ലോ എഴുതിയിരിക്കുന്നത്. കേരളത്തിലെ മഹാഗുരു എന്ന് കേരള സമൂഹം ഒന്നടങ്കം പറയുന്ന പ്രൊഫസർ MK സാനു മാഷ്. എനിക്ക് പ്രസംഗങ്ങളിൽ ഏറ്റവും ഇഷ്ടം സാനു മാഷിന്റെയും അഴീക്കോട് മാഷിന്റെയും പ്രസംഗം എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അഴീക്കോട് മാഷിന്റെ പ്രസംഗം വളരെ ശ്രദ്ധിച്ചിരുന്ന് നമ്മൾ കേൾക്കണം. സാനു മാഷ് ഒരു ശാന്തമായ നദി ഒഴുകി വരുന്നത് പോലെ നമ്മള് ഒരു മണിക്കൂർ സാനു മാഷ് പ്രസംഗിച്ചാൽ ഒരിക്കൽ പ്രയോഗിച്ച ഒരു വാക്ക് പിന്നീട് പ്രയോഗിക്കത്തില്ല. ഭാഷയുടെയും വാക്കിന്റെയും ഒരു നീരൊഴുക്കിങ്ങനെ വരുന്നത് പോലെയാണ് സാനു മാഷിന്റെ പ്രസംഗം ഞാൻ പോയിരുന്ന് ആസ്വദിച്ച് കേൾക്കുന്നത്. അദ്ദേഹം ഇപ്പൊ വളരെ അവശതയിലാണെങ്കിലും കുറെ വർഷങ്ങൾക്ക് മുമ്പ് വരെ അദ്ദേഹത്തിന്റെ എല്ലാ പ്രസംഗങ്ങളും ഉള്ളിടത്തൊക്കെ പോയി കേൾക്കാൻ പോയി കാത്തു നിൽക്കുന്ന ഒരു ശ്രോതാവായിരുന്നു ഞാൻ. അപ്പൊ അങ്ങനൊരു വലിയ മഹാമേരു, അതിനേക്കാൾ വലിയ മഹാമേരുവിനെ പറ്റി എഴുതിയ ഒരു ആധികാരിക ഗ്രന്ഥത്തെ ഇത്രമാത്രം വക്രീകരിക്കുവാൻ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിനും അതിന്റെ പ്രസാധക വിഭാഗമായ നാഷണൽ ബുക്ക് സ്റ്റാളിനും എങ്ങനെ ധൈര്യം വന്നു എന്ന് ആലോചിച്ച് ഞാൻ വിഷമിക്കുകയാണ്, വിലപിക്കുകയാണ്.